ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന കളക്ടറേറ്റ് മാർച്ചിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ രവി തേലത്ത്, മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന ശ്രീ ജനചന്ദ്ര മാസ്റ്റർ, മേഖലാ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ, സ്പോർട്സ് സെല്ലിന്റെ കൺവീനറായിട്ടുള്ള കെ സുരേന്ദ്രൻ, ശ്രീ പി ആലിഹാജി, ഗീതാ മാധവൻ, മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ രാമചന്ദ്രൻ, സത്തർ ഹാജി, ശ്രീ പി എൽ നാരായണൻ, ശ്രീമതി ദീപ പുഴയ്ക്കൽ, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകർക്കും സാദര നമസ്കാരം. മാധ്യമ സുഹൃത്തുക്കൾക്ക്, നാട്ടുകാർക്ക് എല്ലാവരെയും കളക്ടറേറ്റ് മാർച്ചിൽ ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള അനിവാര്യമായ മുദ്രാവാക്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നതാണ്. ആ വിഷയം പറയുന്നതിന് മുമ്പ് മലപ്പുറം ജില്ലയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ, പ്രത്യേകിച്ച് ബഹുമാന്യനായ ശ്രീ ശ്രീധരൻ അവറുകളെ, നമുക്കെല്ലാവർക്കും അറിയാം, തവനൂർ തിരുനാവായ പാലം, അതുമായി ബന്ധപ്പെട്ട് കേളപ്പന്റെ ശ്രീ കേളപ്പജിയുടെ സ്മാരകം തകർക്കുന്നത്, അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസം തകർക്കുന്നത്, ഇതിനൊക്കെ എതിരെ കൊടുത്ത ഹർജി ഹൈക്കോടതി ഏതാണ്ട് ശ്രീധരൻ അനുകൂലമായിട്ട് ഉത്തരവ് പറഞ്ഞിരിക്കുന്നുവെന്ന സന്തോഷ വാർത്ത നിങ്ങളെ എല്ലാവരെയും അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന ഘടകത്തിന്റെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഇവിടെ വെച്ച് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നുള്ളതാണ്. എന്റെ ആദ്യത്തെ ചോദ്യം പിണറായി വിജയനോടല്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടാണ്. പിണറായി വിജയൻ രാജിവെക്കണമെന്ന് എന്റെ വി ഡി സതീശൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ രാജിവെക്കണമെന്ന് വി ഡി സതീശൻ ഇതുവരെ നാവിൽ വരാത്തതിന്റെ കാരണം എന്താ? പിണറായി വിജയനും അൻവറും വി ഡി സതീശനും എല്ലാം വളരെ കൃത്യമായി ഈ സ്വർണം പൊട്ടിക്കലിന്റെ, സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഭാഗങ്ങളാണ്. പിണറായി വിജയനെതിരെ സംസാരിക്കാനുള്ള ധാർമ്മിക അവകാശം അൻവറിനുമില്ല, വി ഡി സതീശനുമില്ല. അൻവർ ഒരു ഏറുപടക്കമാണ്. ആരുടെ ഏറുപടക്കമാണ് എന്ന് മാത്രമേ നമ്മൾ നോക്കണ്ടൂ. അത് എ പിയുടെ ആണോ അത് കെ പിയുടെ ആണോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ടൂ. കാറ്റ് നിറച്ചുവിട്ട ബലൂണാണോ അൻവർ? ഇനി അൻവർ ബലൂണല്ല, ഞാൻ ഏറുപടക്കമല്ല എന്നാണ് അൻവറിന് പറയാനുണ്ടെങ്കിൽ, എന്നാണ് അൻവർ പറയുന്നതെങ്കിൽ, യഥാർത്ഥ സ്വർണ്ണ കള്ളക്കടത്തിന്റെ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കള്ളക്കടത്തിന്റെ, സ്വർണ്ണ കള്ള കച്ചവടത്തിന്റെ യഥാർത്ഥ മുഖ്യ പങ്കാളി ആര് എന്ന് അൻവർ പറയണം. അൻവർ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. അൻവർ ADGP-യെ ഉമ്മാക്കിയാക്കി, അൻവർ പി ശശിയെ ഉമ്മാക്കിയാക്കി. വാസ്തവത്തിൽ ADGP-യെ ബലിയാടാക്കി അൻവർ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയനെയാണ് എന്ന് വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് അൻവർ പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്ന് അൻവർ പറയുന്നു എങ്കിൽ അൻവർ പറയണം, അത് ആരുടെ കയ്യിലേക്കാ പോകുന്നത്? അത് ആരാണ് ആ കള്ളക്കടത്ത്, ആ സ്വർണം, ആ രീതിയിലുള്ള സാധനങ്ങളുടെ മുഖ്യ രക്ഷാധികാരി ആരാണ് എന്ന് അൻവർ പറയണം. അത് പറഞ്ഞിട്ടില്ല. ADGP-യെ ഉമ്മാക്കിയാക്കി,
പി ശശി കള്ളനാന്ന് പറഞ്ഞു. സ്വർണ്ണം മുഴുവൻ ADGP ആണോ എടുക്കുന്നത്? അൻവർ പറയണം. പ്രിയപ്പെട്ടവരെ, പിണറായി വിജയന്റെ പരിപാടി കേട്ടോ നിങ്ങൾ. പിണറായി വിജയൻ അവസാനം പറഞ്ഞു അൻവർ കള്ളനാണ്, സ്വർണ്ണ കള്ള കച്ചവടക്കാരനാണ്, ദേശവിരുദ്ധ പ്രവർത്തനം മലപ്പുറത്ത് നടത്തുന്നതിന്റെ ഏജന്റാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് അൻവറുമായിട്ട് ഒരു സംവാദത്തിനോ ഒരു സംഭാഷണത്തിനോ പിണറായി വിജയൻ തയ്യാറായത്? പിണറായി വിജയൻ അൻവറുമായി സന്ധി സംഭാഷണം നടത്തുമ്പോൾ കള്ളക്കച്ചവടക്കാരനായിരുന്നു എന്നറിഞ്ഞില്ലേ? സ്വർണം പൊട്ടിക്കുന്നവനാണെന്ന് അറിഞ്ഞില്ലേ? അൻവർ പറഞ്ഞതനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതെന്തിന്? അൻവറുടെ സ്വർണ്ണ കള്ളക്കച്ചവടത്തിന് പിണറായി വിജയൻ കൂട്ടുനിൽക്കാനാണോ? പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമാണ് കാര്യം. അൻവറിന് ഏറുപടക്കമല്ല, അൻവർ കാറ്റ് നിറച്ച ബലൂണല്ല. അൻവറിന് ജനങ്ങളുടെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ പിണറായിയുടെ മകൾ ഈ സ്വർണ്ണ കള്ളക്കച്ചവടത്തിലെ പങ്കാളിയാണോ അല്ലയോ എന്ന് അൻവർ വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾക്കറിയാം ഇന്ന് കേരളം ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും മകളാണോ അതോ മരുമകനാണോ? ആരാണ് ഈ കള്ളക്കച്ചവടത്തിന്റെ യഥാർത്ഥ ഉടമ? ഇത് പറയേണ്ടത് അൻവറാണ്. കള്ളനും പോലീസും കളിക്കരുത് അൻവർ. പിണറായി വിജയനും അൻവറും ഇപ്പൊ കള്ളനും പോലീസും കളിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? മാമിയുടെ കൊലപാതകം ഇല്ല, സ്വർണ്ണ കള്ളക്കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും ഇല്ല. അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പല കാര്യങ്ങളും ഇപ്പൊ ചർച്ചയല്ല. ഇപ്പൊ ചർച്ച എന്നാ? ഇപ്പൊ ചർച്ച PR വർക്കാർ, PR ആയി വിഷയം. എടോ, മലപ്പുറം എന്ന് പറയുന്നത് ഭീകരവാദ അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സ്ഥലമാണ് എന്ന് പിണറായി വിജയൻ വെറുതെ പറഞ്ഞതല്ല. പിണറായി വിജയൻ പറഞ്ഞതിന്റെ പിന്നിൽ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ട, അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ട ദേശവിരുദ്ധ സ്വർണ്ണ കള്ളക്കച്ചവടം മറയ്ക്കാൻ വേണ്ടി, ഒതുക്കാൻ വേണ്ടി ബോധപൂർവം പറഞ്ഞതാണ്. എന്നിട്ട് ഇത് PR പറഞ്ഞു എന്നാ പറയുന്നത്. ഈ ചങ്ങാതിയെ ചിരിച്ചു കണ്ടിട്ട് കാലം കുറെ. ഇപ്പൊ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന അദ്ദേഹം ഹാ 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 എന്ന് പറഞ്ഞ് ചിരിക്കുക. പിണറായിയുടെ ചിരി PR വർക്കിന്റെ ചിരിയാണ്. പിണറായി പുറത്ത് ചിരിക്കുമ്പോ അകത്ത് കരയുക. മകൾ പെടുവോ, മകൾ പെടുവോ, മകൾ പെടുവോ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, മകളായാലും മരുമാനായാലും നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ കയ്യാമം വെക്കുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ പല ആൾക്കാരും ചോദിക്കുന്നു, എന്തോ സ്വർണ്ണക്കള്ള കച്ചവടത്തിന്റെ കേസ് എന്തെടുക്കാത്തത്? കേസ് കേരളത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് നടക്കുക. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ജനങ്ങളുടെ ചിന്താശേഷിയെ PR വർക്ക് കൊണ്ട് തടയാം എന്ന് പിണറായി വിജയൻ വിചാരിക്കേണ്ടതില്ല. ഇപ്പൊ പിണറായി വിജയൻ പറയും, നിങ്ങൾ എന്തൊക്കെയാണ് പിണറായി വിജയൻ പറയുന്നത്? ഇയാളൊരു മുഖ്യമന്ത്രിയാണോ? മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഭരണം നടത്തുന്നത്? അതോ PR കമ്പനിയാണോ കേരളത്തിൽ ഭരണം നടത്തുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിലെ പത്രമാധ്യമങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഇന്നലെ പറഞ്ഞ കാര്യങ്ങളും ഇന്ന് പറയുന്ന കാര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓന്തിന്റെ സ്വഭാവമാണ് പിണറായി വിജയൻ കാണിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ ദിവസവും മാറ്റി മാറ്റി പറയുക. ഹിന്ദു പത്രത്തിൽ അഭിമുഖം വന്നു. ഹിന്ദു പത്രത്തിൽ അഭിമുഖം വന്നത് വളരെ ബോധപൂർവമാണ്. അത് ഒരു ഓൾ ഇന്ത്യ തലത്തിൽ വന്ന് അത് BJP ഏറ്റുപിടിക്കണം. അത് BJP ഏറ്റുപിടിക്കുമ്പോ ഇവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ മാറും. സ്വർണ്ണക്കള്ള കച്ചവടത്തും മാറും, ബാക്കി ഉയർത്തിക്കൊണ്ടുവന്ന കലാപങ്ങളെല്ലാം മാറും, വിവാദങ്ങൾ മാറും. അങ്ങനെ രാഷ്ട്രീയമായി ഞാനിതാ ന്യൂനപക്ഷത്തെയും എതിർക്കുന്നു എന്ന് ഭൂരിപക്ഷത്തോട് പറയാനും അയാളുടെ മകളെ സംരക്ഷിക്കുവാനുമുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് വാസ്തവത്തിൽ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ നല്ലത് പിണറായി വിജയൻ ഈ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് വല്ല നാടക കമ്പനി തുടങ്ങുന്നതായിരിക്കും നന്നാവുക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്നാന്തരം നാട്യം. ഇന്നലെ വന്നിരുന്ന അങ്ങോട്ട് ചിരിക്കുക, എന്ത് ചോദിച്ചാലും ചിരിയ. ഇന്ന് പുഞ്ചിരിയുടെ ദിനമാണ്, പുഞ്ചിരി ദിനമാണ്.
നാളിതുവരെ പുഞ്ചിരിക്കാത്ത പിണറായി വിജയൻ ഇപ്പോ ഹാ 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 എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നത് അത് PR വർക്കിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ ഒരു പത്രക്കാരോട് എടുക്കുന്ന സമീപനം എന്താ? പിണറായി വിജയൻ ഒരു മൊബൈൽ ഫോണിൽ ഒരു ആരാധകൻ സഖാവ് അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കാൻ വന്നപ്പം എന്താ അദ്ദേഹത്തോട് പറഞ്ഞത്? കൈതട്ടി മാറ്റി. അത് കൈതട്ടി മാറ്റി. അതിനുശേഷം വളരെ കർക്കട ശക്തിയോടുകൂടി മർക്കട മുഷ്ടിയോടുകൂടി പെരുമാറിയ ആളല്ലേ? മൈക്കിനോട് പോലും വിരോധം കാണിച്ച ആളല്ലേ? ആ പിണറായി വിജയനാണ് പത്രക്കാരുടെ ചോദ്യത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അത്ഭുതകരമായ പ്രതിഭാസമാണ്. ഈ കണ്ട കാലം പുഞ്ചിരി നിരത്തിൽ പോലും പുഞ്ചിരിക്കാത്ത പിണറായി വിജയനാണ് ഇപ്പോ അട്ടഹസിക്കുന്നത് ചിരിയുടെ. കാരണം ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ആരാണോ പിണറായി വിജയൻ പറയുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല. മലപ്പുറത്ത് ഭീകരവാദ പ്രവർത്തനം നടക്കുന്നു, ദേശവിരുദ്ധരുടെ പ്രവർത്തനം നടക്കുന്നു, ഇവിടെ കള്ളക്കച്ചവടം കള്ള സ്വർണം കൊണ്ടുവരുന്നത് ദേശവിരുദ്ധർക്ക് വേണ്ടിയാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പിണറായി. അത് പറഞ്ഞത് PR വർക്കാണ് എന്ന് പിണറായി. ഹിന്ദു പത്രം പറയുന്നു PR എഴുതി തന്നതാണ്. അപ്പൊ ആരാ PR? ഈ PR എന്ന് പറഞ്ഞ ആരാ? മകനാണോ മകളാണോ മരുമകനാണോ? ഇപ്പൊ ദേവദാസന്റെ മകനാണ്, ദേവാനന്ദന്റെ മകനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, പിണറായി വിജയൻ ഇരുട്ടിൽ തപ്പുകയാണ്. പിണറായി വിജയൻ വീടടത്ത് കിടന്ന് ഉരുളുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, അൻവർ ഇത്രയും കാലം കള്ളക്കച്ചവടം നടത്തിയവരാണ്. അൻവറിന്റെ ഏറ്റവും രസകരമായ കാര്യം, അൻവർ ഇപ്രാവശ്യം ഇങ്ങനെ വെളിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രകൃതി വിരുദ്ധനായി കള്ളക്കച്ചവടക്കാരനായി ഒരു കള്ളനായി ഈ മലപ്പുറത്തെ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്നവരാണ് അൻവർ. അതുകൊണ്ട് അൻവറിന്റെ പിന്നിൽ ചിലർ കൂടി അൻവറിനെ മുന്നിൽ വെച്ചു. അൻവർ നോക്കുമ്പോ ഇപ്പൊ അൻവർ ഏറ്റവും നല്ല കള്ള ബിസിനസ്സുകൾക്കെതിരെ പോരാടുന്ന ഒരു പോരാട്ട നായകനായി അൻവർ പ്രത്യക്ഷപ്പെടുകയാണ്. ഇയാൾ നിൽക്കുന്ന സ്ഥലം, അൻവർ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കള്ളന്മാരുടെയും കള്ളക്കച്ചവടക്കാരുടെയും പ്രകൃതി വിരുദ്ധരുടെയും സമീപനത്തിന്റെ കൂടെയാണ് അൻവർ. അതാണ് അൻവർ സ്വീകരിക്കുന്നത്. അതാണ് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞത്. അതുകൊണ്ട് അൻവറിനെ വെള്ളപൂശാൻ ആര് ശ്രമിക്കുന്നു അവരെല്ലാം തന്നെ വാസ്തവത്തിൽ ഈ അധോലോകവുമായി ബന്ധമുണ്ട്. ഇപ്പൊ അൻവറിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് VD സതീശൻ പലതും പറയുന്നത്. പക്ഷെ VD സതീശനോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾ സ്വർണ്ണ കള്ളക്കച്ചവടവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാണ്. നിങ്ങൾ എന്തേ ഉപാധികൾ വെക്കുന്നത്? നിങ്ങൾ എന്തിനാ കോംപ്രമൈസ് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ദുർഖിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കേരള രാഷ്ട്രീയം കള്ളന്മാരുടെയും കള്ളക്കച്ചവടക്കാരുടെയും സ്വർണ്ണ കള്ളക്കടത്തിന്റെയും ദേശവിരുദ്ധരുടെയും കൂടെയാണ്. അതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം. കേരളത്തിന്റെ രാഷ്ട്രീയം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയല്ല. കേരളത്തിന്റെ രാഷ്ട്രീയം കേരളത്തിന്റെ പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാടിലുമല്ല. കേരളത്തിന്റെ രാഷ്ട്രീയം ഈ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടിയോ യുവതികൾക്ക് വേണ്ടിയോ അല്ല. കേരളത്തിന്റെ രാഷ്ട്രീയം സ്വർണം പങ്കുവെക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തർക്കത്തിലാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം അൻവറും പിണറായി വിജയനും തമ്മിലുള്ള കള്ളനും പോലീസ് കളിയുടെയും അഡ്ജസ്റ്റ്മെന്റിലാണ് ഇന്ന് കേരള രാഷ്ട്രീയം പോകുന്നത്. ഇതിൽ പങ്കുചേരുന്ന ഒരു പങ്ക്, ഈ സ്വർണ്ണ കള്ള കച്ചവടത്തിന്റെ ഒരു പങ്ക് VD സതീശൻ എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് ഇന്ന് VD സതീശൻ പോകുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഞങ്ങളൊരു ചെറിയ പാർട്ടിയാ, ഞങ്ങൾക്ക് MLA-മാരൊന്നുമില്ല, ഞങ്ങളിങ്ങനെ ജയിച്ചു വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ തൃശ്ശൂരിൽ ജയിച്ചു. തൃശ്ശൂരിൽ BJP ജയിച്ചപ്പോ അൻവർ ഇവിടെ ഇരുന്ന് പറയാം, ഈ അൻവർ എന്ന് പറഞ്ഞവൻ വിവരക്കേടെ പറയുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അൻവർ പറയാ, തൃശ്ശൂർ പൂരത്തിൽ BJP ജയിച്ചത് ADGP അഡ്ജസ്റ്റ്മെന്റ്. പൂരത്തിൽ 24 മണിക്കൂർ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഭാരതീയ ജനതാ പാർട്ടിയും പറയുന്നു തൃശൂർ പൂരത്തെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. തൃശൂർ പൂരത്തിൽ പോലീസ് ഉണ്ടാക്കിയ ഇടപെടലിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണ് BJP. യാതൊരു സംശയവുമില്ല. ഞാനെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.
ED സതീശൻ ഇപ്പോഴാ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം. ഞങ്ങൾ തൃശൂർ പൂരത്തിന്റെ പിറ്റേ ദിവസം ജുഡീഷ്യൽ അന്വേഷണം ഹർജി കൊടുത്തത് ആരാ? നിങ്ങൾ ഇന്നത്തെ മനോരമ പത്രം എടുത്ത് വായിക്കുക. ഇന്നത്തെ പത്രത്തിലുണ്ട്. ഹർജിയിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ ദിവസമാണ് നിങ്ങള് റെസ്പോണ്ടന്റ് എന്ന നിലയിൽ, നിങ്ങൾ എതിർകക്ഷികൾ എന്ന നിലയിൽ കോടതിയോട് ഗവൺമെന്റിനോട് ആരുടെ ഹർജിയാ? എന്റെ ഹർജിയാ, ഞാൻ കൊടുത്ത ഹർജിയാ. ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ കൊടുത്ത ഹർജിയാ. എന്താ ഹർജി? അന്വേഷണം നടക്കണം, ജുഡീഷ്യൽ അന്വേഷണം വേണം. ഞാൻ ചോദിക്കട്ടപ്പോ രാവിലെ 9 മണിക്ക് അവിടെ സംഭവം ഉണ്ടായില്ലേ? പോലീസ് വന്ന് കണിമംഗലം ശാസ്താവിനെ, ആ മേളത്തെയും ശാസ്താവിനെയും തടഞ്ഞില്ലേ? ആ തടഞ്ഞപ്പോ പോലീസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാരാ? സുനിൽകുമാർ പ്രത്യക്ഷപ്പെട്ടപ്പോ പോലീസ് പെട്ടെന്ന് ശാന്തമായി. അവിടെ നിന്ന് അങ്ങട് ഓരോ സന്ദർഭത്തിലും പോലീസ് പ്രശ്നം ഉണ്ടാക്കും, സുനിൽകുമാർ രംഗത്ത് വരും. വീണ്ടും പോലീസ് പ്രശ്നമുണ്ടാക്കും, സുനിൽകുമാർ രംഗത്ത് വരും. 2016 ഒരിക്കലും ജയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അന്നത്തെ CPIയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഈ സുനിൽകുമാർ സീറ്റ് കൊടുത്തു. അതാണ് തൃശൂർ നഗരം. തൃശൂർ പട്ടണത്തിൽ അന്ന് വരെ ജയിച്ചത് മുഴുവൻ കോൺഗ്രസ്സാണ്. പത്മജ വേണുഗോപാൽ മത്സരിച്ചു, ഞാൻ മത്സരിച്ചു, സുനിൽകുമാർ മത്സരിച്ചു. ഞാൻ ജയിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ് ഗോപാലകൃഷ്ണൻ എന്ന് എന്നോട് പറഞ്ഞയാളാ സുനിൽകുമാർ. ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കൊല്ലത്ത് വെടിക്കെട്ട് അപകടം ഉണ്ടായി. ഇലക്ഷൻ ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ ആ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ പറഞ്ഞു, ഈ ക്ഷേത്രകലകളിൽ, ക്ഷേത്ര ഉത്സവത്തിൽ കരിയും കരിമരുന്നും പാടില്ല. ഒരു ഹിന്ദു ഐക്യവേദിയുടെ നേതാവെന്ന് പറഞ്ഞു. അത് വലിയ വാർത്തയായി വന്നു. സുനിൽകുമാർ ഈ വാർത്തയുമായി എല്ലാ അമ്പലങ്ങളിലും പോയി. കരിയും പാടില്ല, കരിമരുന്നും പാടില്ല. കരി എന്താ? ആന. കരിമരുന്നെന്താ? പടക്കം. തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ പടക്കവും ആനയുമാണ്. സുനിൽകുമാർ കരിയും കരിമരുന്നും പാടില്ല എന്ന് പറഞ്ഞ BJP-ക്കാർ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അങ്ങനെ അവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി. ഏതാണ്ട് 10-15 ക്ഷേത്രങ്ങളിൽ തൃശൂർ പൂരത്തിലെത്തുന്നവ അവിടെയൊക്കെ പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ കരിയുടെയും കരിമരുന്നിന്റെയും ആളാണ് എന്ന് പറഞ്ഞ് അന്നത്തെ MLA ഉമ്മൻചാണ്ടിയുടെ മുകളിൽ സ്വാധീനമുണ്ടാക്കി പൂരത്തിന്റെ രക്ഷകനായി രംഗത്ത് വന്നു. വടക്കനാട് ക്ഷേത്രം അന്ന് വരെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറാത്ത ഈ സുനിൽകുമാർ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ അവിശ്വാസി വടക്കനാട് ക്ഷേത്രത്തിനുള്ളിൽ അയാളെ സ്വീകരിച്ചു. അങ്ങനെ 2016 തൃശൂർ പൂരത്തിന്റെ രക്ഷകനായി വന്നവനാണ് സുനിൽകുമാർ. അങ്ങനെയാണ് ജയിച്ചത് 3000 വോട്ടിൽ. ഇപ്രാവശ്യം 2024 ഇയാൾ പൂരത്തിന്റെ രക്ഷകനായി വരാൻ വേണ്ടി പോലീസുമായി നടത്തിയ അഡ്ജസ്റ്റ്മെന്റ്. ഇതാണ് യാഥാർത്ഥ്യം. ഇതുവരെ വെളിയിൽ ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും വെളിയിലേക്ക് പറയുന്നില്ല. കാരണം ചില മീഡിയ ആളുകൾക്ക്, ചില ആളുകൾക്കൊക്കെ BJP-യുടെ സുരേഷ് ഗോപിയുടെ 75,000 വോട്ടിന്റെ മാറ്റ് കുറയ്ക്കണം, അതിനുവേണ്ടി കുറെ പണിയെടുക്കുന്നുണ്ട്. അതാണ് അതിന്റെ കാരണം. ഇപ്രാവശ്യം പറ്റി. ഇപ്രാവശ്യം രാവിലെ 9 മണിക്ക് പ്രശ്നം ഉണ്ടായി. സുനിൽകുമാർ വന്നു, പ്രശ്നം തീർന്നു. ആൾക്കാരോട് പറഞ്ഞു, സുനിൽകുമാർ പറഞ്ഞു ഞാനുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടുന്ന് 3 മണിയുടെ 10 മണിയുടെ മഠത്തിൽ വരവന് ഉന്തും തള്ളുണ്ടായി. സുനിൽകുമാർ വന്നു, കൂടെ ഞാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സുനിൽകുമാർ ഞാൻ രക്ഷിക്കാന്ന് പറഞ്ഞില്ല, ഞങ്ങൾ രക്ഷിക്കാന്ന് പറഞ്ഞു. പിന്നെ സുനിൽകുമാർ പോകുന്നതിന്റെയൊക്കെ പിന്നാലെ ഞാനും പോയി. ഇയാൾ എവിടേക്കാ പോകണമെന്ന് അറിയാൻ. കുടമാറ്റം എളഞ്ഞിത്ര മേളത്തിന്റെ അവിടെ ഭയങ്കര പ്രശ്നം. വിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചു നിന്നു സുനിൽകുമാറിന് മുമ്പിൽ. സുനിൽകുമാർ എന്റെ ഇടയിൽ ചാടി രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ഞങ്ങൾ ഇറങ്ങി. BJP ഒറ്റക്കൊണ്ട്. അത് കഴിഞ്ഞ് കൊടമാറ്റത്തിലും പോലീസ് പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴും ഞങ്ങളുണ്ട്. ആനയ്ക്ക് കൊടുക്കുന്ന പട്ട കൊണ്ടുവന്ന പട്ടക്ക ആനപ്പാപ്പാനെ വരെ പോലീസ് പുറത്താക്കി. ഞങ്ങൾ രംഗത്ത് വന്നു. അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി. തിരുവമ്പാടി ദേവസ്വം, ഞാൻ നിങ്ങൾ ഈ നാട്ടിലെ ആളുകൾക്ക് അറിയാൻ വേണ്ടി പറയുക, തിരുവമ്പാടി ദേവസ്വം എന്ന് പറയുന്നത് പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റുകാരനാണ്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളയാളാണ് സുന്ദരമേനോ. അയാളുടെ അച്ഛനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. തിരുവമ്പാടിയുടെ ജനറൽ സെക്രട്ടറി ആരാ? ഗിരീഷ് കുമാർ. അതാരാ? DCC സെക്രട്ടറിയാ. അവിടെ BJP-ക്കാരോ? ദേവസ്വത്തിൽ BJP-ക്കാരൊന്നുമില്ല. രാത്രി 10 മണിക്ക്
ദേവസ്വത്തിന്റെ ആളുകളെ തല്ലി ദേവസ്വം മേളം നിർത്തിയപ്പോഴാണ് ഞങ്ങൾ രംഗത്ത് വന്നത്. എന്താ കാരണം അന്വേഷിച്ചു. ചാടി ഞങ്ങൾ രംഗത്ത് വന്നു. പോലീസും ജനങ്ങളും ഉന്തും തള്ളുവായി. ഞങ്ങളെല്ലാവരും BJPയുടെ എല്ലാ ആളുകളും അന്നത്തെ അവിടുത്തെ ചാർജുള്ള ഉണ്ണികൃഷ്ണൻ മാഷ് അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്ന് ഞങ്ങളെല്ലാം രംഗത്ത് വന്നു, പ്രശ്നങ്ങൾ ചോദിച്ചു. അപ്പൊ തിരുവമ്പാടി ദേവസ്വം മേളം നിർത്തി, ലൈറ്റ് അടച്ചു, വെടിക്കെട്ട് വേണ്ടാന്ന് വെച്ചു, തിരിച്ചുപോയി. പ്രശ്നം രൂക്ഷം. പോലീസ് വെടിക്കെട്ടിന്റെ പുറയുടെ താക്കോലുമായി പോലീസ് പോയി. ഞങ്ങൾ രംഗത്ത് വന്ന് പ്രശ്നം വന്നു. അങ്ങനെ പ്രശ്നം വന്നപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ആ ഇഷ്യൂവിൽ രാഷ്ട്രീയമായി ബന്ധപ്പെടുന്നവരെ ബന്ധപ്പെടും. ഞാനും ഉണ്ണികൃഷ്ണൻ മാഷും രവി തേലത്ത് സംസാരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ ആംബുലൻസ് അയച്ച് സുരേഷ് ഗോപിയെ കൊണ്ടുവന്നു. സുരേഷ് ഗോപി സംസാരിച്ചു. തിരുവമ്പാടി ദേവസ്വം സുരേഷ് ഗോപി സംസാരിച്ചു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഏറ്റെടുക്കാം. അടുത്ത വർഷത്തെ പൂരം അത് അതിഗംഭീരമായി ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ നടക്കാമെന്ന് ഉറപ്പ് കൊടുത്തപ്പോ ദേവസ്വം പറഞ്ഞു നമുക്ക് വെടിക്കെട്ട് പൊട്ടിക്കാൻ ദേവസ്വം തീരുമാനിച്ചപ്പോ ഞങ്ങളത് വെളിയിൽ പറഞ്ഞു. സുരേഷ് ഗോപിയെ ജനങ്ങൾ ആർത്തു വിളിച്ചു. സുരേഷ് ഗോപിയോടൊപ്പം ജനങ്ങൾ നിന്നു. ഈ സമയത്ത് കോൺഗ്രസിന്റെ കെ മുരളീധരൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങായിരുന്നു. ഗിരീഷ് കുമാർ എന്ന് പറയുന്ന തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, DCC സെക്രട്ടറി, അയാൾ ഈ ഫോണുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നുണ്ടോ ഗിരീഷ് നീ ആരെയാ വിളിക്കുന്നത്? ഞങ്ങളുടെ ആ ചങ്ങാതിയെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ ആരെ? കെ മുരളീധരനെ. എന്നിട്ടെന്താ എടുക്കണില്ല? എന്നോട് പറഞ്ഞതാണെന്ന്. ഈ മാഷ ഇവിടെ ഉണ്ട്. അയാൾ എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയ കെ മുരളീധരൻ അറിഞ്ഞില്ല. ഇവിടേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നത്തിൽ രക്ഷകനാവാൻ നോക്കിയ സുനിൽകുമാറിന് ഒരു കാര്യം മനസ്സിലായി. എന്താ BJPക്കാർ അവിടെ നടന്നിട്ടുണ്ട്, ഇനി ഞാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ സുനിൽകുമാറും വന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അനൗൺസ് ചെയ്ത് സുരേഷ് ഗോപിയും തിരുവമ്പാടി ദേവസ്വവും വെടിക്കെട്ട് കത്തിക്കാമെന്ന് അനൗൺസ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോ സുനിൽകുമാറും മന്ത്രിയും കൂടി വന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം, തൃശൂർ പൂരത്തിന്റെ ചുമതലക്കാരൻ രാജൻ എന്ന മന്ത്രിയാ. എന്തേ രാജൻ വന്നില്ല? എന്തേ സുനിൽകുമാർ വന്നില്ല? ഇനി അത് പോട്ടെ, കോൺഗ്രസിന്റെ ഉപസമിതി വന്നില്ലേ? സിദ്ദിഖും അതുപോലെ KC ജോസഫ് അടക്കമുള്ള 5 പേരടങ്ങുന്ന ഉപസമിതിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച വന്നു, പത്രങ്ങളിൽ വന്നല്ലോ. തൃശൂർ പൂരമല്ല കെ മുരളീധരനെ തോൽപ്പിച്ചത്, റിപ്പോർട്ട് വന്നില്ലേ? എന്നിട്ട് ഇപ്പോഴും വിളിച്ചു പറയുന്നത് സുരേഷ് ഗോപിയെ ജയിച്ചത് തൃശൂർ പൂരം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ജുഡീഷ്യൽ അന്വേഷണമല്ല, അതിനേക്കാൾ വലിയ ദൈവം നമ്പുരാന്റെ അന്വേഷണം വന്നാലും സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല മക്കളെ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളും പറയുന്നു VD സതീശൻ ജുഡീഷ്യൽ അന്വേഷണം വേണം. BJPയും പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം വെച്ചോ. പക്ഷേ തൃശൂർ പൂരമാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെന്ന് പറയുന്നത്. അത് അന്തസ്സില്ലായ്മയാണ്. വാസ്തവത്തിൽ 2016 സുനിൽകുമാറിനെ ജയിപ്പിച്ചത് തൃശൂർ പൂരമാണെന്ന് സുനിൽകുമാർ പറഞ്ഞു. 2019 സുനിൽകുമാർ രക്ഷകനായി വരാൻ ശ്രമിച്ചു. പക്ഷേ തൃശൂർ പൂരത്തിന്റെ അന്തകനായി സുനിൽകുമാർ മാറി എന്നത് ജനങ്ങൾ അറിഞ്ഞപ്പോഴാണ് ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. എന്താ വാർത്ത? കണ്ണൂരിലടക്കം കമ്മ്യൂണിസ്റ്റ് കൊട്ടത്തളങ്ങളായ കണ്ണൂരിലടക്കം പതാക ഉയർത്താൻ CPM-ൽ ആളുകളില്ല, അംഗങ്ങളില്ല. വാർത്തയാണ്. അധികകാലം MV ഗോവിന്ദൻ മാഷെ ഈ കള്ളക്കച്ചവടവുമായി അധികകാലം പോകാൻ വിചാരിക്കണ്ട. എന്ത് ചോദിച്ചാലും MV ഗോവിന്ദൻ മാഷ്ക്ക് ഒരൊറ്റ കാര്യം മാത്രമോ, പരിശോധിക്കാം. ഇവിടെ ഗോവിന്ദൻ മാഷെ ആദ്യം പരിശോധിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ മകളുടെ വീടും പോയി പരിശോധിക്കുക. അപ്പൊ കിട്ടുന്ന എല്ലാ കേസിന്റെയും തുമ്പുകൾ പോയി പരിശോധിക്കുക. പ്രിയപ്പെട്ടവരെ ദീർഘിപ്പിക്കുന്നില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാനുള്ള തന്റേടം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ ഭാരതീയ ജനതാ പാർട്ടി? ആ ഭാരതീയ ജനതാ പാർട്ടി മലപ്പുറത്ത് നടത്തിയിട്ടുള്ള ഈ കളക്ടറേറ്റ് ഉപരോധം, ഈ കളക്ടറേറ്റ് മാർച്ചിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ ഭാരതം.